ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രക്കും ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ ഈ ഒരു പുഡിങ് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു പുഡിങ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ചാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് അളന്ന് നോക്കിയപ്പോൾ 250 ml കപ്പിന് 2.5 കപ്പ് അളവിലാണ് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു ജെല്ലി പോലെ കിട്ടാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ അഗർ അഗർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചൈന ഗ്രാസ് ഇല്ലേ, അതിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി. ചൈന ഗ്രാസാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10 ഗ്രാം ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം വൈഡായിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറി വന്നതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സെറ്റായിട്ട് വന്നതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് പുഡിംഗ് മുറിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ഒരുപാട് വലുപ്പത്തിലാണെങ്കിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ജെല്ലി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പുഡിങ്ങിന് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 3 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിന് 3 കപ്പ് അളവിലാണ് പാലെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുത്തതുപോലെ തന്നെ 3 ടീസ്പൂൺ അഗർ അഗർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചൈന ഗ്രാസും ഉപയോഗിക്കാം. ചൈന ഗ്രാസ് ആണെങ്കിൽ ഒരു 10 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് മെൽട്ടാക്കി എടുത്തതിന് ശേഷം അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് ചൂടായിട്ട് വരണം. ആ ഒരു സമയമായി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും ഇത് അത്യാവശ്യം ചെറുതായിട്ട് തിക്കായിട്ട് വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറയണം. ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ കട്ടയാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് പൈനാപ്പിളിൻ്റെ ജെല്ലി ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാലിൻ്റെ മിക്സില്ലേ, ഈ ഒരു മിക്സിൻ്റെ ചൂട് അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് സെറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിത് ഓവർനൈറ്റ് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഓവർനൈറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. 3 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്കിത് സെറ്റായി കിട്ടും. പക്ഷേ നമ്മൾ അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് പതിയെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
ആ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ വീണ് കിട്ടും. ശേഷം നമുക്കിത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.